ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ലൊരു ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ഈ റെസിപ്പി വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാവുന്നതുള്ളൂ. ഇന്ന് ഞാൻ 1 ഗ്ലാസ് അരിപ്പൊടിയുടെ അളവിലാണ് ബാക്കി എല്ലാം കാണിക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയുടെ അളവനുസരിച്ചാണ് ബാക്കി എല്ലാത്തിൻ്റെ അളവെടുക്കുന്നത്. 1 ഗ്ലാസ് അരിപ്പൊടി എന്ന് പറഞ്ഞാൽ 250 ml 1 ഗ്ലാസ് അരിപ്പൊടി. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ, 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, 2 ടേബിൾ സ്പൂൺ നമ്മുടെ വറുത്ത റവ, ഗോതമ്പ് പൊടി, മൈദ, ഏലക്കായ, പിന്നെ ശർക്കരപ്പാനിയും പഴവും കൂടി പയ്യെ ആദ്യം നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം. ശർക്കരപ്പാനി 200 ഗ്രാം ശർക്കര 200 ml വെള്ളത്തിൽ പാനിയാക്കി എടുക്കുമ്പോൾ 1.5 ഗ്ലാസോളം വരും. ഒരു 6 പാളയംകോടൻ അല്ലെങ്കിൽ മൈസൂർ പൂവൻ എന്ന് പറയുന്ന പഴമാണ് നമ്മൾ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ട് കട്ടയുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി എടുത്തിട്ടിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ആ അരപ്പിലേക്ക്, അതായത് ആ ഒരു മിക്സിലേക്കാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ട് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത്. നന്നായി കട്ടയില്ലാണ്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഓൾറെഡി ബാക്കിയുള്ള പൊടികൾ അരയ്ക്കാൻ എടുത്തതിൽ ബാക്കി ഉണ്ടാവും. ഒരു 1.5 ഗ്ലാസ് ശർക്കരപ്പാനി ഉണ്ടല്ലോ, അപ്പോൾ ബാക്കിയുള്ളതും കൂടി ചേർത്ത് കട്ട കെട്ടാതെ നന്നായി ഇളക്കിയെടുക്കുക. നല്ല ഡാർക്ക് കളർ ശർക്കരയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, നമ്മൾ കടും പായസത്തിൻ്റെ ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളർ കുറച്ച് ഡാർക്കായിട്ടാണ് വന്നേക്കുന്നത് ബാറ്ററിൻ്റെ. അപ്പോൾ ഉണ്ടാക്കി വരുമ്പോഴും അതുമാതിരി തന്നെ കുറച്ചൊന്ന് ഡാർക്കായിട്ട് വരും. ഇനി ഈ ബാറ്ററിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എള്ള് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൽ കൊടുക്കുന്നതിന്. ഞാൻ 1 ടേബിൾ സ്പൂൺ എള്ള് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ബേക്കിംഗ് സോഡ. ഈ ബാറ്റർ ഉണ്ടാക്കി ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബേക്കിംഗ് സോഡ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഞാൻ പെട്ടെന്ന് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് ഈ ബേക്കിംഗ് സോഡ ചേർത്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാളികേരക്കൊത്ത് നെയ്യിൽ നല്ലോണം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് വറുത്തെടുത്തു. ആ നെയ്യോട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തു. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഉണ്ണിയപ്പം വേണ്ടത്. അങ്ങനെ ഒഴുകി പോവരുത്. കട്ടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കത് ലൂസാക്കാം. ഇനി കട്ടി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ 1 സ്പൂണോ 2 സ്പൂണോ മൈദ ചേർത്തിട്ട് നമുക്കത് ഒന്ന് കട്ടിയാക്കി എടുക്കാം. ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരണം. എന്നിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടി വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്തൊരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിലും അതുപോലെ തന്നെ 1 സ്പൂൺ നെയ്യും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതും ഒരേ സമയമാണ് ഞാൻ ചൂടാക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഇത് ഒഴിച്ച് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു മറിച്ചിട്ട് അതിൻ്റെ ഒന്ന് ഷേപ്പായി കിട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിടും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം പയ്യെ കിടന്ന് വെന്തോളും. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടി കിടന്നിട്ട് എണ്ണ ഒരുപാട് കുടിക്കും. അതുപോലെ തന്നെ അങ്ങനെ കറക്റ്റായിട്ട് മുഴുവൻ മുങ്ങിക്കെടുക്കാതെ കുറേ നേരം കിടന്ന് കളറ് മാറും. ചിലപ്പോൾ ഉള്ളിൽ വേവായി വരും. നല്ല കടുത്ത കളറുള്ള ശർക്കര ആയതുകൊണ്ട് ആ ശർക്കരയ്ക്ക് നല്ല മധുരവും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കളറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിനൊക്കെ നല്ലൊരു ഡാർക്ക് കളറും അതുപോലെ നല്ല മധുരവും ഉണ്ടായിരുന്നു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നല്ല മധുരമുള്ളതാണെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാം. അല്ലെങ്കിൽ പഴത്തിൻ്റെ അളവ് 5 എണ്ണം ആയാലും ഓക്കെയാണ്. പഴം കൂടുമ്പോൾ ഓയിൽ നന്നായി കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയാണ്. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, അരിയൊന്നും അരയ്ക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന സോഫ്റ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഈസി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ പറ്റാവുന്നവർക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.